2025 ഇന്ത്യയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്നവരാണോ? ഈ 7 എക്കണോമിക് ട്രെൻഡുകൾ അറിഞ്ഞിരിക്കണം. ആസ്പൈർ ഫൗണ്ടേഷന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് 2025 ഇന്ത്യയിൽ നിക്ഷേപത്തിന് ഒരുങ്ങുന്ന ഒരാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ തന്നെ പ്രധാനപ്പെട്ട 7 എക്കണോമിക് ട്രെൻഡുകൾ എന്തെല്ലാമാണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആ 7 എക്കണോമിക് ട്രെൻഡുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ട്രെൻഡ് രാജ്യത്തെ GDP വളർച്ച എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കുക എന്നതാണ്. ഇന്ത്യയുടെ ആഭ്യന്തര ആവശ്യകത അഥവാ ഡൊമസ്റ്റിക് ഡിമാൻഡ് സുസ്ഥിരവും ശക്തവുമാണ്. അതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. രണ്ടാമത്തെ ട്രെൻഡ് സെക്ടറൽ ഷിഫ്റ്റ്സ് ആണ്. ഓരോ മേഖലയിലും ഉണ്ടായ മാറ്റങ്ങൾ, വളർച്ചകളെല്ലാം പരിശോധിക്കാവുന്നതാണ്. നിർമ്മാണ മേഖല, ഡിജിറ്റൽ സർവീസ്, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളെല്ലാം രാജ്യം പുരോഗതി കൈവരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ രാജ്യത്തിന്റെ വളർച്ചയെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങളായി മാറിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ട്രെൻഡ് പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ ആണ്. അച്ചടക്കത്തോടു കൂടി പോകുന്നുവെങ്കിലും ഭക്ഷ്യമേഖല, ഇന്ധനം തുടങ്ങിയവയിൽ നിക്ഷേപം നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് ആണ് അടുത്ത ട്രെൻഡ്. പലിശ നിരക്കുകളിൽ RBIയുടെ നിലപാടുകളായിരിക്കും വായ്പാ ചിലവുകളും ഓഹരിയുടെ ഒഴുക്കും തീരുമാനിക്കുക. അഞ്ചാമത്തെ ട്രെൻഡാണ് രാജ്യത്തേക്ക് വരുന്ന വിദേശ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് അഥവാ FDI ഇൻഫ്ലോസ്. നിർമ്മാണം, അടിസ്ഥാന സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യ എന്നിവയെല്ലാം ഇവിടെ സ്ഥിരതയോടു കൂടിയ വളർച്ച ഉണ്ടാക്കുന്നുണ്ട്. നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ട്രെൻഡാണ് ട്രേഡ് ഔട്ട്ലുക്ക്. ഫാർമസ്യൂട്ടിക്കൽ, IT, എഞ്ചിനീയറിംഗ് മേഖലകളിലെ കയറ്റുമതി ശക്തമായി തുടരുമ്പോൾ രാജ്യത്തേക്കുള്ള ഇറക്കുമതി ക്രൂഡ് ഓയിലിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിലിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഏഴാമത്തേതും അവസാനത്തേതുമായ ട്രെൻഡാണ് രൂപയുടെ മൂല്യം. സ്ഥിരമാണെങ്കിൽ കൂടിയും ആഗോള വിപണിയിലെ ഡോളറിന്റെ മൂല്യത്തിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയുടെയും വ്യതിയാനങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. ഈ 7 സുപ്രധാന ഘടകങ്ങളാണ് ഇന്ത്യയുടെ നിക്ഷേപ മേഖലയെ രൂപപ്പെടുത്തുന്നത്. ഈ 7 ട്രെൻഡുകൾ അറിഞ്ഞ് പഠിച്ച് കൃത്യമായ മുന്നൊരുക്കത്തോടെ നിക്ഷേപകർക്ക് 2025 നിക്ഷേപം നടത്താൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഏതൊരു സംശയങ്ങൾക്കും സഹായങ്ങൾക്കും ബിസിനസ് കൺസൾട്ടിങ്ങിനും ആസ്പയർ ഫൗണ്ടേഷനുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഫോളോ അവർ ചാനൽ.